അൻഹുവിന്റെ വചനമാണിത്. അതുപോലെ പറയാൻ മറ്റാർക്കാണ് കഴിയുക? അന മദീനത്തുൽ ഇൽം അലിയുൻ ബാബുഹാ, ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാകുന്നു, അതിന്റെ വാതിൽ അലിയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനമാണിത്. അപൂർവ വിജ്ഞാനത്തിന്റെ അനേക വാതിലുകൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ തുറക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. അപൂർവ വിജ്ഞാന ശാഖകൾ സ്വായത്തമാക്കിയതോടെ അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രസംഗം അത്യുജ്വലമായി തീർന്നു. പ്രസംഗ വൈഭവത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെ പിന്നിലാക്കാൻ ആരുമില്ല. മുൻകാലക്കാരിലില്ല, പിൽക്കാലക്കാരിലുമില്ല. ഭാഷാ വിജ്ഞാനത്തിൽ ഒന്നാം സ്ഥാനക്കാരനാണ്. ആളുകൾ ഭാഷ തെറ്റായി പ്രയോഗിച്ചാൽ അദ്ദേഹം ദുഃഖിതനാവുമായിരുന്നു. ഇസ്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചരിക്കുകയും പുതുതായി ധാരാളം ആളുകൾ അറബി ഭാഷ കൈകാര്യം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ വ്യാകരണം അനിവാര്യമായിരുന്നു. വ്യാകരണത്തിന്റെ ആദ്യ രൂപമുണ്ടാക്കിയെടുത്തത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. നഹ്വ് എന്ന പ്രയോഗം തന്നെ അദ്ദേഹത്തിൻ്റെതായിരുന്നു. ഭാഷയുടെ ആദ്യ പാഠമായി ഇസ്മ്, ഫിഅല്, ഹർഫ് എന്നൊക്കെ പറഞ്ഞു വെച്ചത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നുവെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കർമ്മശാസ്ത്രം ആ നാക്കിൻ തുമ്പിലുണ്ടായിരുന്നു. കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യത്തിനും ഉടനെ ഉത്തരം കിട്ടും. നക്ഷത്രങ്ങളെ കുറിച്ച് നന്നായി അറിയാം. ജ്യോതിശാസ്ത്രത്തിനപ്പുറമുള്ള വിജ്ഞാനം നേടിയിരുന്നു. അനന്തരാവകാശ നിയമങ്ങൾ ഞൊടിയിടയിൽ പറയുമായിരുന്നു. കുഴഞ്ഞുമറിഞ്ഞ പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യത്തെ 3 ഖലീഫമാരും അലി റളിയല്ലാഹു അൻഹുവിനെ ആശ്രയിച്ചിരുന്നുവത്രേ. ഏറ്റവും മികച്ച വിജ്ഞാനം തൗഹീദ് വിജ്ഞാനം, അതൊരു മഹത്തായ വിജ്ഞാനമാണ്. മഅരിഫത്ത് സമുദ്രം പോലെ വിശാലമാണത്. അതിന്റെ അധിപൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഔലിയാക്കൾക്കും ആരിഫീങ്ങൾക്കും ഒക്കെ അതിൽ നിന്ന് അല്പമൊക്കെ കിട്ടിയിട്ടുണ്ട്. സുൽത്താനുൽ ഔലിയ, ഔലിയാക്കന്മാരുടെ സുൽത്താൻ ആരാണത്? കേൾക്കാൻ യോഗ്യരായവരോട് യോഗ്യരല്ലാത്തവരെ മികച്ച ശിക്ഷണത്തിലൂടെ യോഗ്യരാക്കിയെടുക്കുകയും ചെയ്തു. ഇന്നും ഖാദിരി ശൈഖുമാർ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരിലൂടെ അലി റളിയല്ലാഹു അൻഹുവിന്റെ അനുഗ്രഹം ലോകമെങ്ങും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ത്വരീഖത്തിന്റെ മശായിഖന്മാരിലൂടെ അനുഗ്രഹം വരികയാണ്. സാദാത്യങ്ങളിലൂടെയും വരുന്നു. സാദാത്യങ്ങൾ എന്നാൽ അഹ്ലുബൈത്ത്. അഹ്ലുബൈത്ത് 2 കൈവഴികളിലൂടെ വരുന്നു, ഹസനിയും ഹുസൈനിയും. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര ഹസനി, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര ഹുസൈനി. സയ്യിദന്മാരുടെ പരമ്പര നോക്കുമ്പോൾ ഉമ്മയുടെയും ഉപ്പയുടെയും പരമ്പര നോക്കാറുണ്ട്. ഉമ്മ ഹസനിയും ഉപ്പ ഹുസൈനിയുമായി വരാം. അപ്പോൾ ആ സയ്യിദ് ഹസനിയും ഹുസൈനിയുമാകുന്നു. ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരുടെ പിതാവ് ഹസനിയും മാതാവ് ഹുസൈനിയുമാണ്. മഹാനവർകൾ ഹസൈനിയും ഹുസൈനിയുമാണ്. അതുകൊണ്ട് മുഹിയുദ്ദീൻ മാലയിൽ ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ പാടിയിട്ടുണ്ട്: സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളവർ തായും ബാവയും അഥവാ ഉമ്മയും ഉപ്പയും സയ്യിദാകുന്നു. ഒരാൾ ഹസനി, മറ്റേയാൾ ഹുസൈനി. അന്ത്യനാൾ വരെ ഈ പരമ്പര നീണ്ടു നിൽക്കും. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായിരുന്നു, മുരീദായിരുന്നു. ആ മഹാന്റെ പരമ്പരയും നീണ്ടു നിൽക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു എന്നും സജീവ സാന്നിധ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം, ആ സ്നേഹത്തിനു വേണ്ടി എന്തും ത്യജിക്കാനുള്ള സന്നദ്ധത. ചരിത്രത്തിൽ ഇതിന് എത്രയോ ഉദാഹരണങ്ങൾ കാണാം. ആരെയും കോരിത്തരിപ്പിക്കുന്ന ഒരു സംഭവം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ പട്ടിണിയാണ്. വെച്ചു വിളമ്പാൻ ഒന്നുമില്ല, ഒരു കാരക്ക പോലുമില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇതറിഞ്ഞു. കൂലിപ്പണി ചെയ്ത് എന്തെങ്കിലും സമ്പാദിക്കണം. തൊഴിൽ അന്വേഷിച്ച് നടന്നു. തൊഴിലാളികൾ വേണ്ടത് ജൂതന്മാർക്കാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ജൂതനെ സമീപിച്ചു, ഒരു തൊഴിൽ തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ജൂതന്റെ തോട്ടത്തിൽ വെള്ളം നനയ്ക്കണം. 1 തൊട്ടി വെള്ളം നനച്ചാൽ 1 കാരക്ക കൂലി. കഠിനമായ അധ്വാനം, ചെറിയ പ്രതിഫലം. ആഴമുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരി നനയ്ക്കാൻ തുടങ്ങി. 17 തൊട്ടി വെള്ളം കോരി നിറച്ചു. 17 കാരക്ക കിട്ടി. അതുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ ഓടിയെത്തി. കാരക്ക വിനയപൂർവ്വം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഇതെവിടെ നിന്ന് കിട്ടി അലിയെ? അലി റളിയല്ലാഹു അൻഹു സംഭവം വിവരിച്ചു. വീണ്ടും ചോദ്യം വന്നു, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹമാണോ നിന്നെ ഇതിന് പ്രേരിപ്പിച്ചത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ യാ റസൂലല്ലാഹ്. ഇനി എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാൻ അലി റളിയല്ലാഹു അൻഹു ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ കേട്ട വചനം, അത് കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. ആ വചനം ഇങ്ങനെയായിരുന്നു: അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഈ വിധത്തിൽ സ്നേഹിക്കുന്നവർക്ക് നേരെ പ്രളയ ജലത്തിന്റെ ശക്തിയോടെ ദാരിദ്ര്യം വന്നെത്തും. എന്തൊരു വചനമാണത്!
പ്രളയജലം എത്ര ശക്തിയിലാണ് ഒഴുകുക, എത്ര വേഗത്തിലാണ് ഒഴുകുക, ആ ശക്തിയിലും വേഗത്തിലും ദാരിദ്ര്യം വരുമത്രേ. ആർക്ക് നേരെയാണ് ദാരിദ്ര്യം ഇരമ്പി വരുന്നത്? അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അഗാധമായി സ്നേഹിക്കുന്നവർക്ക് നേരെയാണ് വരുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ പലരും ധനികരായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ സകല സ്വത്തും ചെലവഴിച്ചു. ഒടുവിൽ ദരിദ്രരായി മാറുകയാണ് ഉണ്ടായത്. പട്ടിണിയും പരിവട്ടവും ദുരിതവും സഹിക്കുന്ന സകല മനുഷ്യർക്കും അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ആവേശം നൽകുന്നുണ്ട്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ക്ഷമയുടെയും മാതൃകകൾ ആ ചരിത്രത്തിൽ നിന്നാണ് ലഭിക്കേണ്ടത്. ഫാത്തിമ ബീവിക്ക് പതിവായി ആട്ടുകല്ലിൽ ധാന്യം അരച്ചെടുക്കണം, എന്നിട്ട് റൊട്ടി ഉണ്ടാക്കണം. കടുത്ത ജോലിയാണത്. കയ്യിൽ വേദനയായി, ശരീരം ക്ഷീണിക്കുകയും ചെയ്തു. ജോലിക്ക് ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ. ഭാര്യ ഭർത്താക്കന്മാർ അക്കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞാൽ ഒരാളെ കിട്ടുമോ? ചിലപ്പോൾ കിട്ടിയേക്കും. പോയി പറയുന്നത് എങ്ങനെ? വല്ലാത്ത ലജ്ജ തോന്നി. ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു, കുറെ യുദ്ധമുതലുകൾ വന്നു ചേർന്നിട്ടുണ്ട്, കൂട്ടത്തിൽ കുറെ അടിമകളുമുണ്ട്. നിങ്ങൾ ചെന്ന് ചോദിച്ചാൽ ഒരാളെ നമുക്ക് കിട്ടിയേക്കും. ഒന്ന് ചെന്ന് ചോദിച്ചു നോക്കൂ. പോവാൻ നാണം, എന്നിട്ടും പോവുകയാണ് ഫാത്തിമ ബീവി. അവിടെ എത്തിയപ്പോൾ വന്ന കാര്യം പറയാൻ ലജ്ജ. പിതാവിനെ കണ്ട് കുശലം പറഞ്ഞ് തിരിച്ചു പോന്നു. മറ്റൊരു ദിവസം ഫാത്തിമ റളിയല്ലാഹു അൻഹ വീണ്ടും പോയി. ഭർത്താവ് നിർബന്ധിച്ചപ്പോൾ പോവുകയാണ് ഉണ്ടായത്. അന്ന് ഉപ്പയെ കണ്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹായെ കണ്ട് തിരിച്ചു പോന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മകള് വന്ന കാര്യം വിവരമറിയിച്ചു. ഉടനെ തന്നെ പിതാവ് മകളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം ചൊല്ലി കടന്നു വന്നു. സംഭാഷണത്തിനിടയിൽ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ പ്രയാസങ്ങൾ സൂചിപ്പിച്ചു. ഒരടിമയെ കിട്ടിയാൽ കൊള്ളാം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി ഇങ്ങനെയായിരുന്നു: വളരെ ദരിദ്രരായ ഒരു കൂട്ടം മുസ്ലിങ്ങൾ മസ്ജിദിന്റെ ചെരുവിൽ പട്ടിണിയും പരിവട്ടവുമായി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്കെങ്ങനെ വേലക്കാരനെ വെച്ചു തരും? നിങ്ങൾ ചോദിച്ചതിനേക്കാൾ മെച്ചമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിവ 33 തവണ വീതം ചൊല്ലുക. അതാണ് നിങ്ങൾക്ക് കൂടുതൽ ഫലപ്രദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചുപോയി. ബന്ദികളായ അടിമകളെ വിറ്റ് പണം മസ്ജിദിലെ സാധുക്കൾക്ക് വേണ്ടി ചെലവഴിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹായും അലി റളിയല്ലാഹു അൻഹുവും ശാന്തരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശം നടപ്പിലാക്കി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വരികയാണ്. ഫാത്തിമ ബീവിയും മക്കളും വീട്ടിലുണ്ടായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട്ടിലുണ്ടായിരുന്നില്ല. അദ്ദേഹം മസ്ജിദിലാണെന്ന് വിവരം കിട്ടി. ക്ഷേമാന്വേഷണങ്ങൾ നടത്തിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദിലേക്ക് നടന്നു. അലി റളിയല്ലാഹു അൻഹു കിടക്കുകയായിരുന്നു. അലി റളിയല്ലാഹു അൻഹു കിടക്കുകയായിരുന്ന വയറിന്റെ ഭാഗത്ത് നിന്ന് പുതപ്പ് നീങ്ങിയിട്ടുണ്ട്. വയറിന്മേൽ മണ്ണ് പുരട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുഗ്രഹീത കരങ്ങൾ കൊണ്ട് മണ്ണ് തുടച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇരിക്കൂ അബൂ തുറാബ്, മണ്ണിന്റെ പിതാവ്. അലി റളിയല്ലാഹു അൻഹുവിന് ആ പ്രയോഗം വളരെ ഇഷ്ടപ്പെട്ടു. 2 തവണ അബൂ തുറാബ് എന്ന് വിളിച്ചു. അങ്ങനെയൊരു വിളിപ്പേര് പ്രസിദ്ധമാവുകയും ചെയ്തു. ബദർ രണാങ്കണത്തിൽ അലി റളിയല്ലാഹു അൻഹു അവരുടെ ധീര പോരാട്ടം ആർക്കാണ് മറക്കാനാവുക? യുദ്ധത്തിന്റെ മുന്നോടിയായി നടന്നത് ദ്വന്ദ്വയുദ്ധമാണ്. മക്കയുടെ വീര പോരാളികൾ ആയുധങ്ങളുമായി പോർക്കളത്തിലിറങ്ങി മുസ്ലിങ്ങളെ വെല്ലുവിളിച്ചു. ഉത്ബത്ത് ബിൻ റബിയ, സഹോദരൻ ഷൈബത്ത്, വലീദ്, 3 അൻസാരികൾ വെല്ലുവിളി സ്വീകരിച്ച് പോരിനിറങ്ങി. ശത്രുക്കൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. മക്കയിൽ നിന്നോടി വന്നവരില്ലേ, അവരിറങ്ങട്ടെ. ഉത്ബത്തും ഷൈബത്തും പോരാട്ടത്തിൽ വീരന്മാരാണ്. യുദ്ധത്തിലും കുതിരസവാരിയിലും അവരെ വെല്ലാൻ ആരുമില്ല. ഇതെല്ലാം നന്നായി അറിയാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ നേരിടാൻ ആരെയാണ് നിയോഗിച്ചത്? തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അടുത്ത ബന്ധുക്കളെ, ഹംസ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉബൈദത്ത് റളിയല്ലാഹു അൻഹു. ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഉത്ബത്തിനെ വെല്ലുവിളിക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു ഷൈബത്തിനെ വെല്ലുവിളിച്ചു. അലി റളിയല്ലാഹു അൻഹു വലീദിനെ വെല്ലുവിളിച്ചു. പടവാൾ ചുഴറ്റിക്കൊണ്ട് 6 പേരും ചാടി ഇറങ്ങി വന്നു പൊരിഞ്ഞ യുദ്ധം തുടങ്ങി. അലി റളിയല്ലാഹു അൻഹു ഒറ്റ വെട്ടിന് വലീദിനെ വീഴ്ത്തിക്കളഞ്ഞു. മുശ്രിക്കുകളുടെ ആവേശമായിരുന്ന വലീദ് വധിക്കപ്പെട്ടു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഉഗ്രൻ ആക്രമണം തടുക്കാൻ ഷൈബത്തിന് കഴിഞ്ഞില്ല. ഷൈബത്തും വധിക്കപ്പെടുകയാണ്. ഉത്ബത്തും ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവും പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന് ഒരു വെട്ടേറ്റു. ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നിവർ മിന്നൽ വേഗത്തിൽ ഉത്ബത്തിന്റെ മേൽ ചാടി വീണു അവന്റെ കഥ കഴിച്ചു. ഏറെ കഴിയും മുമ്പേ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഷഹീദാവുകയും ചെയ്തു.
അങ്ങനെ എത്ര വർണ്ണിക്കാനാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രം.